ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹൗസ് ലോൺ നേരത്തെ ക്ലോസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ പാസീവ് ഇൻകത്തിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റിയും സാലറിയിൽ നിന്ന് സേവ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങൾ പലർക്കും ലോണുള്ള ആളുകളാണ്, ഇങ്ങനെയുള്ള ബാധ്യതകൾ തീർത്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ലോൺസൊക്കെ, നിങ്ങളുടെ ഡെപ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ലോൺസ് ക്ലോസ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എളുപ്പവഴികൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഹൗസിംഗ് ലോൺ എങ്ങനെ നേരത്തെ ക്ലോസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് എളുപ്പവഴികളുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഈസ് അലക്സ് ജേക്കബ്. അപ്പോൾ നമുക്കൊരു ലോൺ എക്സാമ്പിൾ ആദ്യമായിട്ട് എടുക്കാം, എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാം, ഈ ഒരു മെത്തേഡ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഒരു ലോണാണ് 25 lakhs ഒരു ലോൺ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ഏകദേശം ഒരു 20 വർഷത്തേക്കാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 240 EMI നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു 10% വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ഏകദേശം ഇതിനൊരു 22,000 രൂപയോളം നമുക്ക് ഇതിനകത്ത് EMI അടക്കേണ്ടി വരും. അപ്പോൾ ഒരു 240 മാസം, അതായത് ഏകദേശം 20 വർഷത്തോളം 22,000 രൂപയാണ് നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 20 വർഷം നിങ്ങളിത് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് എമൗണ്ട് കയറ്റി നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, കുറച്ച് എമൗണ്ടുകൾ നമ്മൾ കൂട്ടി അടയ്ക്കുകയാണ് ഈ ലോണിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് നമ്മളെ കൊണ്ട് 50,000 70,000 ഒന്നും അടയ്ക്കാനായിട്ടൊന്നും പറ്റില്ല, കൂട്ടി ഒന്നും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് മെത്തേഡ് നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അത്ര എമൗണ്ട് ഒന്നും കൂട്ടി അടയ്ക്കാൻ പറ്റില്ല, എന്നാൽ കുറച്ച് നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടൊക്കെ അടയ്ക്കാൻ പറ്റും എന്നുള്ള ആളുകൾക്കുള്ളതാണ് നമ്മുടെ മെത്തേഡ് നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അടയ്ക്കുന്ന ലോണിൻ്റെ EMI എത്രയാണോ ആ ഒരു EMI നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരു EMI വെച്ച് കൂട്ടി അടയ്ക്കുക. അതായത് ഇപ്പോൾ 22,000 ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ EMI എന്ന് പറയുന്നത്. അപ്പോൾ ഈ EMI നിങ്ങൾ ഒരു വർഷത്തേക്ക് കൂടുതൽ അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസവും നിങ്ങൾ 22,000 തന്നെ അടയ്ക്കുക. പക്ഷേ 12ാമത്തെ മാസം നിങ്ങൾ അടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു EMI കൂടി എക്സ്ട്രാ അങ്ങോട്ട് അടയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു വർഷം നിങ്ങൾ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് ഒരു 22,000 രൂപ നിങ്ങൾ എക്സ്ട്രാ അങ്ങോട്ട് അടയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 240 EMIs എന്നുള്ളത് 199ാമത്തെ EMI അടയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിലൂടെ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് 25 lakhs തന്നെ ഒരു ലോണാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു 9% പലിശ. അപ്പോൾ അതിൻ്റെ ഇതൊരു മന്ത്ലി ഇൻട്രസ്റ്റ് ആണ്. 240 മാസം തന്നെ, അതായത് 20 വർഷം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 22,000 രൂപയാണ് നമുക്കവിടെ ഒരു EMI ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 3,700 രൂപയോളം നമുക്കത് പ്രിൻസിപ്പളിലേക്കും പോവും. പിന്നത്തെ ബാക്കി ഒരു 18,750 രൂപയുടെ അടുത്ത് വെച്ചിട്ട് നമുക്കതൊരു അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടും പോകും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നോർമലി പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ലോൺ അദ്ദേഹം 240 മാസം അടച്ച് തീർക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത്രയും എമൗണ്ട് അയാൾ അടയ്ക്കേണ്ടി വരികയാണ്. ഇൻട്രസ്റ്റ് ഇതായിട്ട് നമ്മൾ ഇത്ര അടയ്ക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ അയാൾ അടച്ച് തീർക്കുകയാണ്. 240 മാസം എടുക്കും. അതിന് പകരം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഞാൻ എല്ലാ 12 മാസത്തിലും ഒരു എക്സ്ട്രാ EMI ആണ് അടയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം വരുന്നത് എന്നുണ്ടെങ്കിൽ 199 EMI അടച്ചു തീരുമ്പോഴത്തേനും അദ്ദേഹം ലോൺ ക്ലോസ് ചെയ്യാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് 12 മാസം കൂടുമ്പോൾ മാത്രം, അതായത് 12ൻ്റെ എല്ലാ മൾട്ടിപ്പിളിലും ഞാനൊരു EMI എക്സ്ട്രാ അടച്ച് തീർക്കുകയാണ്. അപ്പോൾ അതായത് ഓരോ വർഷം എൻ്റെ തീരുമ്പോഴും നമ്മളൊരു എക്സ്ട്രാ EMI കൂടുതൽ അടയ്ക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും EMI സേവ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ട്.
ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പവഴിയാണ്, അത് നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ എമൗണ്ട് കൂട്ടി അടയ്ക്കാൻ പറ്റുന്ന ആളുകളാണ്. അതായത് അവരെ സംബന്ധിച്ച് എല്ലാ മാസവും അവർക്ക് കുറച്ചും കൂടെ എമൗണ്ടൊക്കെ കൂടുതൽ ലോണിലോട്ട് അടയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ EMI അടയ്ക്കുന്നത് എത്രയാണോ അതിൻ്റെ ഒരു 10% നിങ്ങൾ എല്ലാ മാസവും കൂടെ കൂട്ടി അടയ്ക്കുക. അതായത് 22,000 ആണ് നിങ്ങൾ EMI അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2,200 രൂപയോളം നിങ്ങൾ കൂട്ടി അങ്ങോട്ട് അടയ്ക്കുക ലോണിലേക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 240 EMIs നിങ്ങൾക്ക് ഏകദേശം ഒരു 190 EMIസിലൊക്കെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 190 EMIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 50 EMI ആണ് അവിടെ സേവ് ചെയ്യാനായിട്ട് പോകുന്നത്. 50 EMI എന്ന് തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ല ഒരു ടെന്നർ തന്നെ അവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% നമ്മുടെ EMIയുടെ 10% നമ്മൾ കൂട്ടി അടയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഫോർമുലയിൽ 0.1 ഇൻറ്റു G3 എന്ന് പറയുന്നത് നമ്മുടെ EMI ആണ്. G3 എന്ന് പറയുന്ന ഈ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു 10%, അപ്പോൾ നമ്മൾ ഈ G3യുടെ 10% നമ്മൾ ഇവിടെ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദേശം 190 EMI അടച്ചു തീരുമ്പം തന്നെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ EMI കുറയ്ക്കാൻ പറ്റും. ഏതിനേക്കാളും ഇയർലി ഒരു EMI കൂട്ടി അടയ്ക്കുന്നതിനേക്കാളും 10% എല്ലാ EMIയുടെ കൂടെയും കൂട്ടി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 190 EMIയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കവിടെ 199 EMIs ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ അടക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന മറ്റൊരു എളുപ്പവഴിയാണ് ഈ സെയിം ലോൺ തന്നെ നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ലോണിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 10% നമ്മൾ EMI കൂട്ടി അടയ്ക്കുക എന്നുള്ളത്. അതിന് പകരം ഈ 10% നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് നല്ലൊരു SIP പിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ EMI കറക്റ്റായിട്ട് നമ്മൾ അടച്ചു പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ 10% നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ ഇപ്പുറത്തെ ഒരു SIPയിൽ ഇങ്ങനെ അടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഏകദേശം ഒരു 12 അല്ലെങ്കിൽ ഒരു 13 വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോണിൽ നിങ്ങൾക്ക് ബാക്കി അടയ്ക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും നിങ്ങളുടെ ഈ SIPയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസും ഏകദേശം ഈക്വൽ ആയിരിക്കും. ആ SIP അങ്ങോട്ട് ക്ലോസ് ചെയ്യുക, ഈ എമൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന മറ്റൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതെന്ന് പറഞ്ഞാൽ SIP പിക്ക് ചെയ്യുമ്പോൾ അതുപോലെ നല്ല 15% റിട്ടേൺസ് വരുന്ന നല്ല SIP പിക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ SIPയിൽ നിങ്ങൾ ഇട്ട എമൗണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച റിട്ടേൺസ് കിട്ടുകയില്ല, നിങ്ങൾക്ക് അതൊരു ഓവർ ഹെഡായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു 15% മേളിൽ റിട്ടേൺസ് വരുന്ന നല്ല SIPകൾ നിങ്ങൾ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോൺ വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞു തന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലാണ്. അതായത് നമ്മൾ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല. അതായത് ഇയർലി ഒരു EMI കൂട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ മന്ത്ലി ഒരു 10% വെച്ച് എല്ലാ EMI അടയ്ക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് ആ ലോണിൽ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു കസ്റ്റം എക്സലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സലിലൊരു ഉപയോഗം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം എത്രയാണോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നത്, നിങ്ങൾ എക്സ്ട്രാ ഇപ്പോൾ ചില മാസം നിങ്ങൾക്ക് 2,000 അടയ്ക്കാൻ പറ്റും, ചില മാസം നിങ്ങൾക്ക് 7,000 അടയ്ക്കാൻ പറ്റും, ചിലപ്പം 10,000 അടയ്ക്കാൻ പറ്റും. ഈ നിങ്ങൾ കൂട്ടി അടയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഇനി അടയ്ക്കേണ്ടതെന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സൽ ഷീറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സൽ ഷീറ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു 1 ഇയറിൻ്റെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് ഒരു മാസം ചിലപ്പോൾ ഒരു 5,000 കയറ്റി അടയ്ക്കാൻ പറ്റിയിരിക്കും. പിന്നെ ചിലപ്പോൾ ഒരു 6 മാസം അല്ല 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 2,000 രൂപ അടയ്ക്കാൻ പറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 1,000 രൂപ അടയ്ക്കാൻ പറ്റി. പിന്നെ ചിലപ്പോൾ ആ ഒരു ഇയർ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇങ്ങനെ, അതായത് നമ്മൾ ഒരു റാൻഡം ആയിട്ടല്ല, നമ്മളിങ്ങനെ ഇറഗുലറായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് നമ്മൾ ഓരോ മാസം എത്ര അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കുക.
അത് ഇ എം ഐയുടെ പുറത്തുള്ള എമൗണ്ട് ആണ്. ഇ എം ഐ അടച്ചിട്ട് പ്ലസ് എക്സ്ട്രാ നിങ്ങൾക്ക് എത്ര അടയ്ക്കാൻ പറ്റുന്നത്, ഒരു മാസം നിങ്ങൾ എത്രയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, നമുക്കൊരു 199 ഇ എം ഐയിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു കേസിൽ നമുക്ക് ഈ ഒരു കേസിൽ ഏകദേശം എന്താ ഇത് കണ്ടോ, ഇവിടെ കഴിഞ്ഞാൽ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞു, ലോൺ ക്ലോസ് ആയി ഉണ്ടാവും ഇവിടെ എത്തുമ്പോഴത്തേനും. അപ്പോൾ ഈ ഒരു 197ാമത്തെ ഇ എം ഐ ആകുമ്പോഴേക്കും നമുക്ക് പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കൂടുതൽ റാൻഡം ആയിട്ട് ഇടുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 5000 ഇട്ടു, പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു 3000 അടച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു 5000 അടച്ചു. നിങ്ങൾ ഓരോ കൊല്ലത്തിൽ ഇടയ്ക്ക് അവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളിപ്പോൾ ഒരു 6000 അടച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോണസൊക്കെ കിട്ടുമ്പോഴോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അടയ്ക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1500 അടച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്നതിനനുസരിച്ച് നമ്മളിവിടെ താഴെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സൽ ഷീറ്റ് പറഞ്ഞു തരും നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് ഇനി അടയ്ക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കൂടി അടച്ചു വേണ്ടോ, നമ്മുടെ ഒരു 2-3 ഇ എം ഐയും കൂടി നമുക്കിവിടെ കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസിംഗ് ലോൺ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാത്രമല്ല ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ എളുപ്പവഴികളൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ഹൗസിംഗ് ലോൺ നേരത്തെ ക്ലോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റ് ഉപകാരപ്രദം ആവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സൽ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലോൺസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം പേഴ്സണൽ ലോൺസ് വർക്ക് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അവിടെ നമ്മൾ ഈ കൂട്ടിയടയ്ക്കുന്ന എമൗണ്ട് ഒന്നും നമ്മുടെ പ്രിൻസിപ്പലിനകത്തൊന്നും കുറയുന്നില്ല. കാരണം അത് ഒരു 90% പേഴ്സണൽ ലോണുകളും ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും. നിങ്ങൾ ആ ഇ എം ഐ മുഴുവനായിട്ട് അടയ്ക്കണം. അതുപോലെ പാർട്ട് പേയ്മെൻറ്റ് ഇല്ല നമുക്കവിടെ. അത് ഒരു നമ്മൾ എത്രയാണ് ആ ലോൺ എടുത്തിരിക്കുന്ന എമൗണ്ട്, ആ ലോൺ എടുത്തിരിക്കുന്ന എമൗണ്ട് അത്രയും തന്നെ ഒന്നിച്ച് ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഒന്നിച്ച് കൊണ്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ കൂട്ടി അടയ്ക്കുന്നുണ്ടോന്നും അത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കുറയില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ള ലോണുകൾ നോക്കി എടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ HDFC അല്ലെങ്കിൽ ICICI ബാങ്കിൽ നിന്നൊക്കെയാണ് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അത് നിങ്ങൾ മുഴുവൻ എമൗണ്ടും ഒന്നിച്ച് ക്ലോസ് ചെയ്യണം. അല്ല നിങ്ങളിപ്പോൾ ആക്സിസ് ബാങ്കിൽ നിന്നോ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്ന ലോണുകളൊക്കെ ഇതുപോലെ പാർട്ട് പേയ്മെൻ്റ് ഉള്ള ലോണുകളുണ്ട്. അപ്പോൾ അത് ലോൺ എടുക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെയുള്ള ലോണുകളൊക്കെ എടുക്കാനായിട്ട്. സോ എല്ലാവരും ഈ എക്സൽ ഷീറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ലോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഹൗസ് ലോണൊക്കെ നേരത്തെ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. സോ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.